In all three pictures below, O is the center of the circle and ABC are points on the circle. In each, calculate all angles of triangle ABC and triangle OBC. അപ്പോൾ എ ബി സി എന്ന ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഇവിടെ എ ബി സി എന്ന ട്രയാങ്കിൾ ഉണ്ട്, ഒ ബി സി എന്ന ട്രയാങ്കിൾ കാണാനുണ്ട്. ഇവിടെയും കാണാനുണ്ട് എ ബി സി എന്ന ട്രയാങ്കിൾ, ഒ ബി സി എന്ന ട്രയാങ്കിൾ. ഇവിടെയും കാണാനുണ്ട് എ ബി സി ആൻഡ് ഒ ബി സി. ഇതിൻ്റെയൊക്കെ മെഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, ആംഗിൾ മെഷർ. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഇത് വരച്ചാൽ കുറേ ആംഗിൾ നമുക്ക് ഇത് കിട്ടും. ഇത് വരയ്ക്കുന്നതോടുകൂടി കുറേ ആംഗിൾ കിട്ടും. ഈ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു ഐസോസസ് ട്രയാങ്കിളായി, അതായത് ഈ പറയുന്ന രണ്ട് സൈഡും ഈക്വലായി മാറി. അപ്പോൾ ഇത് ഐസോസലസ് ട്രയാങ്കിൾ. ഐസോസലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ളതൊക്കെ ഈക്വൽ ആയിരിക്കും. ഇത് രണ്ട് ഈക്വൽ സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും ആംഗിൾ 20 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എത്രയായിട്ട് മാറും? 20 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു ഐസോസലസ് ട്രയാങ്കിൾ ഉണ്ടായി, ഇത് 30 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിൾ എത്രയായിട്ട് മാറും? 30 ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഈ ആംഗിൾ 50 ഡിഗ്രി ആയി. 20 + 30, ഈ ആംഗിൾ 50 ഡിഗ്രി ആകുമ്പോൾ നേരെ ഡബിൾ ആയിട്ട് ഈ ആംഗിൾ വരും. ഇത് ഹാഫ് സി ആണ്, ഇത് സി ആണ്, ഇത് സി, ഇത് ഹാഫ് സി. അപ്പോൾ 50 ആകുമ്പോൾ ഇത് എത്രയും മാറും? 100 ആയി മാറും. 100 ആയി മാറുമ്പോൾ ഇതും ഐസോസലസ് ട്രയാങ്കിളാണ്, ഈ രണ്ട് ആർക്കും ഈക്വലാണ്. അപ്പോൾ ഇതും ഐസോസലസ് ട്രയാങ്കിളാണ്. ഈ 100ൽ മൊത്തം ട്രയാങ്കിൾ 180 ആണ്. അപ്പോൾ റിമൈനിങ് 80 ഉള്ളത്. 80ന് എന്ത് ചെയ്യണം? ഹാഫ് പടക്കി കൊടുക്കണം. ഇവിടെ 40 വരും, ഇവിടെ ഹാഫ് കൊടുത്താൽ എന്ത് വരും? 40 വരും. അപ്പോൾ 3 ഐസോസലസ് ട്രയാങ്കിളാണ് ഈ പിക്ചറിലുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ഐസോസലസ് ട്രയാങ്കിൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇത് 40 ഡിഗ്രിയാണ്, ഇത് ഐസോസലസ് ആണ്, ഈ രണ്ട് സൈഡും ഈക്വൽ ആയത്. 40 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? 40 ഡിഗ്രി ആയിട്ട് മാറും. ഇത് ഐസോസലസ് ആയി. ഈ രണ്ട് ഈ ട്രയാങ്കിൾ ഇതും ഈക്വൽ ആയതുകൊണ്ട് ഇത് ഐസോസലസ്. ഇത് 30 ആകുമ്പോൾ ഇത് എത്രയായിട്ട് മാറും? 30 ആയിട്ട് മാറും. ഇപ്പോൾ ഈ 40 വന്നപ്പോൾ ഇവിടെ എത്രയും മാറി? 100 ആയി. കാരണം ടോട്ടൽ ഇവിടെ 180 ആണ്. ഈ 180 100 നേരെ ഹാഫാണ് ഇങ്ങോട്ട് വരിക. ഇത് ടോട്ടൽ എന്തായിട്ട് മാറും? ടോട്ടൽ എ അറിയുന്നത് 50 ഡിഗ്രി ആയി മാറും. 100 ഹാഫ് ഇവിടെ 30 കൊടുത്തിട്ടുണ്ട്. ദർഫോർ ഈ ആംഗിൾ എത്രയായിട്ട് മാറും? 20 ആയിട്ട് മാറും. ഇത് 20 ആവുന്നതോട് നേരെ ഇത് ഐസോസലസ് ട്രയാങ്കിളാണ്. ഈ കാണുന്ന ഐസോസലസ് ട്രയാങ്കിളാണ്. ഈ 20 നേരെ ഇവിടേക്ക് വരും. അപ്പോൾ ഇത് എത്രയായി? 20 ആയി മാറി. ഇപ്പം നമുക്ക് വലിയ ട്രയാങ്കിൾ ആംഗിൾ കിട്ടി. ഇത് ടോട്ടൽ 50 ഡിഗ്രിയാണ്, ഇവിടെ ടോട്ടൽ 60 ഡിഗ്രിയാണ്, ഇവിടെ ടോട്ടൽ 70 ഡിഗ്രിയാണ്. ചെറുത് ട്രയാങ്കിളിലെ ആംഗിൾസ് 100, 40 ആണ്. ഇനി ഇത് നോക്കാം. ഇവിടെ സെൻറ്ററിൽ ഒരു ആംഗിൾ വരുന്നുണ്ട് 40. തീർച്ചയായിട്ടും ഇതിൻ്റെ ഹാഫ് സി ഉണ്ടാവും. ഈ ചാപ്റ്ററിൽ മൊത്തം സി ആൻഡ് ഹാഫ് സി ആംഗിൾസ് ഉണ്ടായിരിക്കും ഏത് പിക്ചറിലും. ഇത് 40 ആണ്. ഇത് ഈ ആർക്ക് നേരെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന സെൻറ്റർ ആംഗിളാണ് 40. അപ്പോൾ ഈ ആർക്ക് നേരെ സൈഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ 20 ആയിട്ട് മാറും. ഇത് 40, എത്രയാണ്? 20. അതേമാതിരി ഇത് സെൻറ്ററിൽ ഉണ്ടാക്കുന്നതാണ്. ഈ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 70 ഉണ്ടെങ്കിൽ ഇതിൽ 35 ഉണ്ടാവും. 35 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ബാക്കിലേക്ക്, ഈ ആർക്ക് നേരെ സെൻറ്ററിലേക്ക് പോയി, ഈ ആർക്ക് നേരെ ബാക്കിലേക്ക് പോവാണ്. ആർക്ക് നേരെ ബാക്കിലേക്ക് പോവാം. അപ്പോൾ ഈ ആംഗിൾ ആയിരിക്കും ഇത് 35 ആയി. അപ്പോൾ ഇത് 35, ഇത് 20 ആണല്ലോ. 35 20 അറിയുമ്പോൾ 35 + 20 = 30, 55 കിട്ടി. 55 180ൽ ബാക്കി 180 -55, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 125 കിട്ടും. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എ എന്ന് പറഞ്ഞ ആംഗിൾ എത്ര കിട്ടി? 125 കിട്ടി. ഇപ്പോൾ ഈ ട്രയാങ്കിളത്തെ എല്ലാ ആംഗിളും കിട്ടി. ഇത് നമുക്ക് 40, 70 ആണ്. ഈ ഒ ബി സിയിൽ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ആംഗിൾ കിട്ടാനുള്ളത്. ഈ രണ്ട് ആംഗിൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഐസോസലസ് ട്രയാങ്കിളാണ്. ഈ രണ്ട് സൈഡ് ഈക്വൽ ആയത്. അപ്പോൾ 70 + 40 ഇവിടെ പോയി. 70 + 40 ആണ് 110 പോയി. ബാക്കി 180 മൈനസ് ചെയ്യുമ്പോൾ എത്രയുള്ളത്? 70 ആണ്. ആ 70 ഈക്വൽ ആയിട്ട് ഇവിടെ കൊടുക്കുക. 35 ഇവിടെ കൊടുക്കുക, ഇവിടെ എന്ത് കൊടുക്കുക? 35 കൊടുക്കുക. ദർഫോർ ആ ചാപ്റ്റർ നമുക്ക് ഓവറായി. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലം ബിലോ എ സർക്കിൾ ആൻഡ് എ കോഡ് ഈസ് ടു ബി ഡ്രോൺ ടു സ്പ്ലിറ്റ് ദ സർക്കിൾ ഇൻ 2 പാർട്സ്. ഈ പ്രോബ്ലത്തിലൊക്കെ ഒരു സർക്കിളും ഒരു കോഡും വരച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് താഴെ പറയുന്നത് പോലെ പാർട്ട് ചെയ്യണം. ആൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് ഈസ് 80 ഡിഗ്രി. ഒരു പാർട്ടുകളിലൊക്കെ 80 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ് ഇവിടെ. ആൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 80 ഡിഗ്രി. 80 ഡിഗ്രി അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 80 ഡിഗ്രി വരയ്ക്കുന്ന ഒരു കോഡ് വരയ്ക്കണം എന്നാണ്. അപ്പോൾ തൽക്കാലം നമുക്കൊരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
ഇവിടെ പൊട്രാക്ടർ വയ്ക്കാം. ഇവിടെ പൊട്രാക്ടർ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 80 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പറ്റും. അത് വരച്ചാൽ മതി. 80 ഡിഗ്രി വരയ്ക്കുക. ഏകദേശം എത്ര വരും? പൊട്രാക്ടർ വെച്ച് 80 ഡിഗ്രി വരയ്ക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഈ ആംഗിൾ 80 ഡിഗ്രിയാണ്. ഇനിയിപ്പോൾ നമ്മൾ എവിടെ ഇങ്ങനെ വരച്ചാലും എന്തായിട്ട് മാറും? 80 ഡിഗ്രി ആവും. ഈ ആംഗിൾ എത്രയായിട്ട് മാറും? 80 ഡിഗ്രി ആവും. എല്ലാ ആംഗിളും 80 ഡിഗ്രി ആവും. അപ്പോൾ ഒരു കോഡ് വരയ്ക്കണം ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കോഡാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ കോഡ് വരയ്ക്കുന്നതോടുകൂടി നമ്മുടെ ആൻസറായി. ഈ കോഡ് വരയ്ക്കുന്നതോടുകൂടി നമുക്ക് ഈ സർക്കിൾ 2 പാർട്ടായി വിഭജിച്ചു. ഒരു പാർട്ടിലൊക്കെ എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ആൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് ബി 110 ഡിഗ്രി. ഒരു പാർട്ടിൽ 110 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമ്മൾ പൊട്രാക്ടർ വയ്ക്കുക. പൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 110 ഡിഗ്രിയിൽ ആംഗിൾ മെഷർ ചെയ്യാം. 110 ഡിഗ്രി ഏകദേശം ഈ ഒരു ഷേപ്പിൽ വരും. 110 ഡിഗ്രി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ വരയ്ക്കുന്ന ഏത് ആംഗിളും പിന്നെ എത്രയായിരിക്കും? 110 ഡിഗ്രി ആവും. 110 ഡിഗ്രി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾസ് ഒക്കെ 110 ഡിഗ്രി. നമുക്ക് ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിട്ട് വരും? 110 ഡിഗ്രി വരും. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട കോഡ് ഏതാണ്? അപ്പോൾ നമ്മൾ ഈ കോഡ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻസറായി. അപ്പോൾ നമുക്ക് ഈ പാർട്ടിലൊക്കെ 110 ഡിഗ്രി കിട്ടും. ഇനി നമ്മൾ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ആൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി ഹാഫ് ദ ആംഗിൾസ് ഓഫ് ദ അതർ പാർട്ട്. ആൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി ഹാഫ് ദ ആംഗിൾസ് ഓഫ് ദ അതർ പാർട്ട്. അപ്പോൾ നമുക്കറിയാം ഈ ക്വാഡ്രിലേറ്ററിൽ വരുമ്പോൾ ഒരു പാർട്ടിൽ എക്സ് ആണെങ്കിൽ മറ്റേ പാർട്ടിൽ 2x ആണ് വരേണ്ടത്. പക്ഷേ സമ്മ് ഈ രണ്ട് പാർട്ടിലെയും സമ്മ്, അതായത് ഒരാർക്കെത്തി അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കെത്തിയും സമ്മ് ചെയ്യുമ്പോൾ നമുക്കറിയാം 180 ആണ് കിട്ടും. സൈക്കിൾ കോർഡിനേറ്റ് പോലെ തന്നെ. അപ്പോൾ 3x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 180 കിട്ടും. x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 180/3 അതിൽ 60 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊട്രാക്ടർ വെക്കണം. ഇത് മെൻഷൻ ചെയ്യണമെങ്കിൽ വി വോണ്ട് ടു കൺസ്ട്രക്ട് എ ലൈൻ അറ്റ് 60 ഡിഗ്രി വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 60 ഡിഗ്രി വരച്ചാൽ നമ്മൾ ഇതിൽ വരച്ച ഏതും 60 ഡിഗ്രി ആയിരിക്കും. ഇതും 60 ഡിഗ്രി ആയിരിക്കും, ഇതും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന കോഡ് ഏതാണ്? ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഡബിൾ എന്ന് പറഞ്ഞ പോലെ കിട്ടുന്നത് ഇത് 60 ഡിഗ്രി. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ പുറത്ത് വരയ്ക്കുന്നത് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്ത് വരയ്ക്കുന്ന ലൈന് ഓട്ടോമാറ്റിക് 120 ഡിഗ്രി ആവും. ഇവിടെ വരയ്ക്കുമ്പോൾ എത്രയായിട്ട് മാറും? ഇവിടെ വരയ്ക്കുന്ന ഈ ആംഗിൾ 120 ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ അത് അങ്ങനെ വരച്ചാൽ മതി. ആ കോഡാണ് വരയ്ക്കേണ്ടത് നമ്മൾ. ഇനി നമ്മൾ ലാസ്റ്റ് നോക്കാം. നമുക്ക് ആൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 1.5 ടൈംസ് ഓഫ് ദ ആംഗിൾസ് ഇൻ ദ അതർ പാർട്ട്. ഒരു പാർട്ടിലെ ആംഗിൾ 1.5 ടൈംസ് ഓഫ് അതർ പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിൽ എക്സ് എടുത്തു, നെക്സ്റ്റ് പാർട്ടിൽ 1.5 എക്സ് എടുക്കേണ്ടത്. രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. എക്സ് പ്ലസ് 1.5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 2.5 എക്സ് ഇസ് ഈക്വൽ ടു 180. അപ്പോൾ 5x ഡബിൾ എടുത്താൽ മതി. 5x ഇസ് ഈക്വൽ ടു വാട്ട്? 360. രണ്ട് സൈഡിലും ഡബിൾ എടുത്തു. 5x ഇസ് ഈക്വൽ ടു 360. എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 360/5. 5 7 5 35 10 ഉണ്ട്, ദറ്റ് ഈസ് 2. അപ്പോൾ 72 കിട്ടും. അപ്പോൾ നമ്മൾ പൊട്രാക്ടറിൽ എത്ര വരയ്ക്കേണ്ടത്? പൊട്രാക്ടറിൽ 72 ആണ് വരയ്ക്കേണ്ടത്. 72 ആണ് മെഷർ വരയ്ക്കുക പൊട്രാക്ടറിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് ശേഷം ഈ കോഡ് വരയ്ക്കുക. അപ്പോൾ ഈ കോഡ് വരയ്ക്കുന്നതോടുകൂടി ആ പ്രോബ്ലം ഓക്കെ ആവും.